ഗണേശ, ഒരുപാട് കാലമായില്ലേ ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് യാചിക്കുന്നു. ദേ നോക്ക്, ഇനിയും എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനാണേൽ ഞാൻ പിന്നെ ഈ മുന്നിൽ വരത്തു പോലുമില്ല. നിറമിഴികൾ ഷാളിന്റെ തലകൊണ്ട് തുടച്ചു മാറ്റി ഗൗരി ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു. ഇനിയും എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കുന്നത് എന്തിനാ? എന്തേലും ഒരു വഴി എനിക്ക് മുന്നിൽ തുറന്നു തന്നൂടെ നിനക്ക്? വെറുതെ പറഞ്ഞതാട്ടോ, നിന്റെ മുന്നിൽ വരില്ലെന്ന്. നീ അല്ലാതെ ഈ ഗൗരി പെണ്ണിന് ആരാ ഉള്ളത്? ഇതേ സമയം ദേഷ്യം കടിച്ചമർത്തി കൊണ്ട് സിദ്ധാർത്ഥ വാച്ചിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി അവന്റെ ചൂണ്ടിൽ അമർത്തിക്കൊണ്ട് അവനെ നോക്കി. അവൻ, നീ ഒന്ന് അവളെ വിളിച്ചു നോക്ക്, എവിടെയാണെന്ന് ചോദിക്കുന്നിട്ട്. എനിക്ക് മുന്നിൽ ടൈം വളരെ കുറവാണ്, സിദ്ധാർത്ഥ അരിശത്തോടെ അവനോട് പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ സിദ്ധാർത്ഥെ, ഇപ്പോഴത്തെ ട്രാഫിക്ക് നിനക്ക് അറിയുന്നതല്ലേ, അവൾ വരുന്നുണ്ടാവും. നിന്നോട് വിളിക്കാനല്ലേ പറഞ്ഞത് അവൻ കോൾ ചെയ്തു. പക്ഷെ അവിടെ റേഞ്ച് കുറവായിരുന്നത് കൊണ്ട് അവൻ അവരുടെ കാറിൻ്റെ പിന്നാലെ പോയി നിന്ന് അനന്യയെ കോൾ ചെയ്തു. അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രൈവിങ്ങിലാണെന്ന് കരുതി അവൻ കോൾ കട്ട് ചെയ്തു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നത്. അത് അനന്യയുടേതായിരുന്നു. അവൻ, സോറി, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല, ദയവ് ചെയ്ത് എന്നെ മറക്കാൻ സിദ്ധാർത്ഥിനോട് നീ പറയണം. ആ മെസ്സേജ് വായിച്ചതും അവൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന് നേരെ പാഞ്ഞെടുത്തു. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്! കിതപ്പടയ്ക്കാൻ കഴിയാതെ അവൻ വിളിച്ചു. കണ്ണുകൾ കൂർക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി. എന്താ, അവൾ എവിടെ എത്തി? സിദ്ധാർത്ഥ്, അത് പിന്നെ ഒന്ന് പറ അവൻ. അവള് വരില്ല സിദ്ധാർത്ഥ്. വാട്ട്? അത് സിദ്ധാർത്ഥ്, ഇത് അവളയച്ച മെസ്സേജാണ്. അവൻ ഫോൺ സിദ്ധാർത്ഥിന് നേരെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നെ കബളിപ്പിക്കുന്നത്? എവിടെ ഉണ്ടായാലും കണ്ടെത്തി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവളെ. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ രക്തം വരുന്നത് പോലെ ചുവന്നു. പെട്ടെന്നാണ് അടുത്ത മെസ്സേജ് അവൻ്റെ ഫോണിൽ വന്നത്. എന്നെ അന്വേഷിക്കരുതെന്നും സിദ്ധാർത്ഥിനോട് പറഞ്ഞേക്ക്, ഞാനിപ്പോൾ ആ നാട്ടിൽ പോലും ഇല്ല. അത് വായിച്ചതും സിദ്ധാർത്ഥ് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് കാറിലേക്ക് ആഞ്ഞടിച്ചു. അവൻ്റെ കൈകൾ അത്രയും കരുത്തുറ്റതായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ശ്വസനഗതി വളരെ ഉയർന്നു തുടങ്ങി. അവൻ്റെ ദേഷ്യത്തിന് മുന്നിൽ ചെന്ന് നിൽക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ ബോഡി ഗാർഡ്സ് എല്ലാം അവനിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് തന്നെ നിന്നു. വീണ്ടും കാറിൻ്റെ ബോണറ്റ് ഡോറിൽ ആഞ്ഞടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അലറി. അവൻ ദേഷ്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു ശബ്ദം. അവൻ ചെറിയ ഭയത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നാളെ രാവിലെ തന്നെ ഈ വിവാഹം നടക്കണം. മറ്റൊരു പെണ്ണിനെ എവിടെ നിന്നെങ്കിലും കണ്ടെത്തിക്കൊണ്ട് വന്നേ പറ്റൂ. പിന്നെ അനന്യ, അവൾക്കുള്ള പണി മരണം തന്നെയായിരിക്കും. എവിടെ ഒളിച്ചാലും ഇന്ന് മുടങ്ങിയ വിവാഹം നാളെ നടന്നിരിക്കണം. സിദ്ധാർത്ഥ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്നും കാർ വേഗത്തിൽ പായിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അമൻ സർ, നമ്മളിപ്പോൾ എവിടുന്നാ ഈ കുറഞ്ഞ നേരം കൊണ്ട് പെണ്ണിനെ ഉണ്ടാക്കുക? ബോഡി ഗാർഡ്സിൽ ഒരാൾ ഭയത്തിൽ ചോദിച്ചു. എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയേ തീരൂ. സിദ്ധാർത്ഥിൻ്റെ ദേഷ്യം നിങ്ങൾക്കറിയുന്നതല്ലേ? എല്ലാവരും അതിനായി ഇപ്പോൾ തന്നെ പരിശ്രമിച്ചു തുടങ്ങിക്കോ. നാളെ രാവിലെ പെണ്ണെങ്ങാനും ഇല്ലേൽ നമ്മളെല്ലാം അവൻ ഒരു കുഴിയിലിട്ട് മൂടും. അവൻ ഉമിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു. സർ, ഒരു ബോഡി ഗാർഡ് വിളിച്ചു. ഒരു സാറുമില്ല, പെട്ടെന്ന് തന്നെ. ആമൻ എല്ലാവർക്കും ഓർഡർ കൊടുത്തുകൊണ്ട് അവിടെ നിന്നും കാർ എടുത്തു കൊണ്ടുപോയി. എൻ്റെ ഈശ്വര, എവിടെ നിന്നും ഞാൻ ഈ കുറഞ്ഞ നേരം കൊണ്ട് ഒരു പെണ്ണിനെ തപ്പിയെടുക്കും? അതും അവൻ്റെ ഡിമാൻഡിനൊത്തത് തന്നെ വേണ്ടേ? അവൻ കൈകൾ മേപ്പോട്ട് ഉയർത്തി പറഞ്ഞു. അവൻ്റെ പ്രാർത്ഥന കേട്ടെന്നോണം ഡ്രൈവർ അവനോടായി പറഞ്ഞു. സാർ, ഒരു പെണ്ണുണ്ട്. ആരാ ആരാ ആരാത്? അവൻ ആകാംക്ഷയിൽ ചോദിച്ചു. എൻ്റെ അമ്മായിയുടെ മോളാ. കാണാൻ എങ്ങനെയാ? എൻ്റെ പോലെ തന്നെയാ. ഓ വേണ്ട. അവൻ മുഖം നാടകീയമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ സർ? അതെ, ഇത് സിദ്ധാർത്ഥ് വർമ്മയ്ക്കാണ്. വർമാസ് ഗ്രൂപ്പിൻ്റെ ആസ്തി മുഴുവൻ കൊണ്ടു നടക്കുന്ന സിദ്ധാർത്ഥ് വർമ്മയ്ക്ക്, അല്ലാതെ തനിക്കല്ല. സാറിന് പെണ്ണായ പോരെ. ആ ബെസ്റ്റ്. ഇത് താൻ ശരിക്കും ഒറ്റയ്ക്ക് ചെന്ന് സിദ്ധാർത്ഥിനോട് പറ. വല്ല വെടിയൊച്ചയോ തൻ്റെ അലർച്ചയോ കേൾക്കുമ്പോൾ ഞങ്ങൾ വന്ന് വാരി എടുത്തോളാം. താൻ സിദ്ധാർത്ഥിൻ്റെ കാമുകയെ കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. കണ്ടെങ്കിൽ താനിത് പറയില്ല. 5 വർഷത്തെ ആത്മാർത്ഥമായ പ്രണയിനിയാണ് ഈ സെക്കൻഡ് വച്ച് ഇട്ടിട്ട് പോയത്. ആ പെണ്ണിനേക്കാൾ കാണാൻ ഭംഗിയുള്ള പെണ്ണായിരിക്കണം. അതും പറഞ്ഞ് അവൻ്റെ ഫോണിലെ അനന്യയുടെ ഫോട്ടോ ഡ്രൈവറെ കാണിച്ചു. അയ്യോ സർ, ഇതിനും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഈ ചുരുങ്ങിയ നേരം കൊണ്ട് എവിടെ നിന്ന് കിട്ടാനാ?
അതൊന്നും എനിക്കറിയില്ല. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കണം. നാളെയാണ് അവൻ്റെ ഫാമിലിയെല്ലാം മരുമകളെ കാണാനായി വരുന്നത്. സിദ്ധാർത്ഥ് നമ്മുടെ അടുത്ത് സ്ട്രിക്റ്റ് ആണെങ്കിലും അവൻ്റെ അമ്മയുടെ അടുത്തല്ല. അവൻ്റെ അമ്മയ്ക്ക് അവൻ കുഞ്ഞു കുട്ടിയാണ്. അമ്മയോട് അവൻ പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ വിവാഹം കഴിഞ്ഞെന്ന്. എന്തിന്? അതൊന്നും അറിയില്ല. അതാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നത്തിന് കാരണം. അപ്പം ഈ മരുമകളെ അവർ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ കാണാൻ വഴിയില്ല. അതാവും നമ്മളോട് നാളെ തന്നെ പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഭംഗി വേണമെന്നാണ് ഇനിയുള്ള പ്രശ്നം. പെട്ടെന്നാണ് ഡ്രൈവർ വണ്ടി ബ്രേക്ക് ഇട്ടത്. എന്താണോ താൻ എന്നെ കൊല്ലുവോ? സാർ നമ്മുടെ വണ്ടി സാർ നമ്മുടെ വണ്ടി എന്തോ ഒന്നിൽ ഇടിച്ചു എന്ന് തോന്നുന്നു. വാട്ട്? അമൻ ചോദിച്ചു തീരും മുന്നേ വാഹനത്തിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടി. ആളുകൾ ഒച്ച വെച്ച് വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടി. അമൻ ഡ്രൈവറെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഡോറ് തുറന്നു. അപ്പോഴാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വൈറ്റ് കുർത്തിയിട്ട ഒരു പെൺകുട്ടി എണീക്കാൻ കഷ്ടപ്പെടുന്നത് അമൻ കണ്ടത്. കാര്യമായി വലിയ പരിക്കളൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കൈമുട്ടും കാൽമുട്ടും എല്ലാം നന്നായി പൊട്ടി വസ്ത്രം കീറി രക്തം വരുന്നുണ്ടായിരുന്നു. അമൻ അവളെ പതിയെ എടുത്തുയർത്തി. നിങ്ങൾക്കൊക്കെ ഒച്ച വയ്ക്കാനല്ലാതെ ആ പെൺകുട്ടി ഒന്ന് എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ലല്ലോ. അമൻ ദേഷ്യത്തിൽ എല്ലാവരോടും ആക്രോശിച്ചു. മാഡം, നിങ്ങൾ ഓക്കെ അല്ലേ? അമൻ അവളോട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ റോഡിൽ ചിതറിക്കിടക്കുന്ന ചോറിലേക്കും വണ്ടിയുടെ ടയർ കയറി ചളുങ്ങിയ ചോറ്റു പാത്രത്തിലേക്കും നീങ്ങി. അമൻ അവളുടെ നോട്ടം കണ്ടാണ് അത് ശ്രദ്ധിച്ചത്. മാഡം, നിങ്ങൾ വരൂ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോകാം, അമൻ പറഞ്ഞു. വേണ്ട, അവൾ നിറകണ്ണുകളോടെ പറഞ്ഞു. ഇല്ല മാഡം, വരൂ, ഇത് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമേ വരികയുള്ളൂ. അമൻ അവളെ പതിയെ പിടിച്ചുകൊണ്ട് കാറിലിരുത്തി. അപ്പോഴേക്കും ആൾക്കൂട്ടം ഒന്ന് ശമിച്ചു. അവർ അവിടെ നിന്നും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോയി. അവളുടെ കൈകൾ വിറയ്ക്കുന്നത് അമൻ മിററിലൂടെ കണ്ടു. നമ്മളിപ്പോൾ എത്തും മേഡം, അമൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേ നെയിം കണ്ട് അമൻ ഞെട്ടിത്തെറിച്ചു. അവൻ്റെ ഞെട്ടൽ കണ്ട് ഡ്രൈവർ ഒന്ന് ചിരിച്ചു. ചിരിച്ചോ, നിന്റെ ഈ ചിരി അധികം നേരം ഉണ്ടാവില്ല. ഈ കുട്ടിയെ തട്ടിയിട്ടത് അറിയുന്നത് വരെ ഉണ്ടാവുള്ളൂ. ചിരിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ പെട്ടെന്ന് മൗനിയായി. ഹലോ, എന്തായി? ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങൾ എങ്ങോട്ടാ ഈ റൂട്ട്? ലൈവ് ലൊക്കേഷൻ സിദ്ധാർത്ഥ് നോക്കുന്നുണ്ടെന്ന് അമൻ മനസ്സിലാക്കി. ഒന്ന് ഹോസ്പിറ്റൽ വരെ. എന്തിന്? നമ്മുടെ വണ്ടി ഒന്ന് തട്ടി. എന്നിട്ട് അമൻ ഡ്രൈവറെ നോക്കി. സോറി, പ്ലീസ് എന്ന അർത്ഥത്തിൽ ഡ്രൈവർ യാചിച്ചു. കുഴപ്പമൊന്നുമില്ല, ആ കുട്ടിയെ കൊണ്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. ശരി എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു. അവൾക്കിടാനുള്ളൊരു വസ്ത്രം അമൻ വാങ്ങി നൽകിയിരുന്നു. അവളുടെ പരുക്ക് ഡ്രസ്സിങ് ചെയ്ത ശേഷം അവൾ പതിയെ 3rd ഫ്ലോറിലെ ലിഫ്റ്റിലേക്ക് കയറി. അവൾ പോകുന്നത് കണ്ട് അമൻ ഞെട്ടിക്കൊണ്ട് അവളുടെ പിന്നാലെ പാഞ്ഞു. ഇവളിതെങ്ങോട്ടാ? അവൾ 3ാമത്തെ നിലയിൽ 205 റൂമിൽ കയറി. അമനും അവൾക്ക് പിന്നാലെ കയറി. താനെന്താ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങളുടെ വണ്ടി എന്നെ തട്ടിയത്. അവൾ വിഷമം മറച്ചു വെക്കാനാവാതെ പറഞ്ഞു. ഇതാരാ? അമൻ ചോദിച്ചു. ഇതെൻ്റെ അനിയൻ അപ്പു. അപ്പു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മൂക്കിലും വായിലും ട്യൂബിട്ട അവസ്ഥയിൽ. അമൻ അവൻ്റെ കിടത്ത കണ്ട് നെഞ്ചിൽ വല്ലാത്ത പിടച്ചിലായിരുന്നു. എന്താ അപ്പുവിന് പറ്റിയത്? അമൻ പരിഭ്രാന്തിയിൽ ചോദിച്ചു. ക്യാൻസറാണ്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് അപ്പുവിൻ്റെ നെഞ്ചോരം ചാരി പൊട്ടിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് അമൻ്റെ ഫോൺ റിങ് ചെയ്തു. സിദ്ധാർത്ഥായിരുന്നു. എന്തായി? ഫോൺ അമൻ എടുത്ത ഉടൻ പുറത്തു നിന്നും സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ വിളിക്കാം, മറ്റുള്ളവരും അന്വേഷിക്കുന്നുണ്ട്. ശരി, ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ഉടനെ നീയും അന്വേഷിക്ക്. അറിയാലോ, നാളെ രാവിലെ വരെയാണ് നിനക്കൊക്കെ ടൈം, സിദ്ധാർത്ഥ് വാണിംഗ് കൊടുത്തു പറഞ്ഞു. അറിയാം, നീ വെക്ക്. അമൻ അപ്പുവിനെ കണ്ട വിഷമത്തിലായിരുന്നു. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അമൻ തിരിഞ്ഞു നിന്നതും ഡോക്ടർ അപ്പുവിനെ നോക്കാൻ വന്നു. അല്പനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ തിരികെ വന്നുകൊണ്ട് ഗൗരിക്ക് അഭിമുഖമായിരുന്നു. നോക്കൂട്ടി, ഇനി ഇവിടെ പറ്റില്ല. നിങ്ങൾ ഇതുവരെ അടച്ചേക്കേണ്ട തുക അടച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ഇനി ചികിത്സിക്കണമെങ്കിൽ പണം അടയ്ക്കണമെന്ന്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ചികിത്സ ഞങ്ങൾ ഇവിടെ നിർത്തും. നിങ്ങൾക്ക് സഹോദരനെയും കൊണ്ട് ഇവിടെ നിന്നും വേറെ ഹോസ്പിറ്റലിൽ പോകാം. ഡോക്ടർ, അങ്ങനെ പറയരുത്. ഇവിടെ നിന്നും ചികിത്സ നിർത്തിയാൽ ഡോക്ടർക്ക് അറിയാമല്ലോ അവൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലെന്ന്. എൻ്റെ ആകെയുള്ള കൂട്ടാണ് എൻ്റെ അനിയൻ, അവൾ കരച്ചിലടക്കാനാവാതെ പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല. ഇന്ന് പണം അടച്ചില്ലെങ്കിൽ ചികിത്സ ഞങ്ങൾ നിർത്തും. പണമില്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ഹോസ്പിറ്റലല്ലേ കൊണ്ടുവരേണ്ടത്? സർക്കാർ ഹോസ്പിറ്റലിൽ പോകണം, വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. ഡോക്ടർ പോയതും ഗൗരി കരഞ്ഞു തളർന്നുകൊണ്ട് അവിടെയുള്ള സീറ്റിൽ തന്നെ ഇരുന്നു.
എന്തോ ഓർത്ത പോലെ റൂമിലേക്ക് ഓടി. കൂടെ അമനും കയറി. മോനെ അപ്പുമോനെ, ഇനി ഇവിടെ ചികിത്സ ഉണ്ടാവില്ലെന്നാ പറയുന്നത് ഡോക്ടർ. ചേച്ചിക്ക് എൻ്റെ അപ്പുമോനെ നഷ്ടമാവുമെന്ന് ചേച്ചിക്ക് ഉറപ്പായടാ കുഞ്ഞ. മോനെ, നീ ചേച്ചിയോട് ക്ഷമിക്കില്ലേ? നിനക്ക് നമ്മുടെ അപ്പയും അമ്മയും കാണാട്ടോ. തൻ്റെ അനിയൻ ഇവിടുത്തെ ചികിത്സ കൂടി ഇല്ലാതെയായാൽ മരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അപ്പുവിനെ നെഞ്ചോട് ചേർത്തു. അമൻ ആ കാഴ്ച കണ്ട് വല്ലാതെയായി. അപ്പു